ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ 3-4 ദിവസം മുമ്പ് ഞാൻ ഇവിടെ പുസ്തകമേളയിൽ വന്നിട്ടുള്ള വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ പെറ്റ് ഷോ കാണാൻ പറഞ്ഞാൽ എനിക്ക് അന്ന് കാണാൻ പറ്റിയില്ല, അതൊരു വേറൊരു വീഡിയോ ഇട്ടിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പെറ്റ് ഷോ ഒരു സ്റ്റോളിന്റെ ഫ്രണ്ട് വന്നപ്പോൾ ഇതാ ഒരു കൊച്ചു പയ്യന്ത ഒരു പാമ്പിനെ വെച്ചോണ്ട് കയ്യിലിരിക്കുന്നു. ഇത് മറ്റേ വിഷമില്ലാത്ത പാമ്പാണ് കേട്ടോ, ഒരു പേടിയില്ലാതെ വെച്ചോണ്ടിരിക്കുന്നു. പിന്നെ ഒരു ഇഗ്വാനയും കണ്ടു കേട്ടോ, അത് വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റോളിന്റെ അകത്തോട്ട് കയറിയപ്പോൾ കുറച്ച് പൂച്ചസാറിനെ നമുക്ക് കാണാം. ഒരു മൈൻഡും ഇല്ലാതെ സുഖമായിട്ട് കിടന്നുറങ്ങിയാണ്, വിളിച്ചിട്ട് പോലും ഒരു മൈൻഡും ഇല്ല, അത്രയ്ക്ക് ഉറക്കം, ബോധം കെട്ട് കിടന്നുറങ്ങിയാണ് എല്ലാവരും. പൂച്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറെ കിളികളെ കാണാൻ പറ്റിയത്, സ്പൈക്കൊക്കെ വെച്ച് ഫ്രീക്ക് ആയിട്ടുള്ള ഒരു കിളി, പിന്നെ പച്ചക്കിളി, പിന്നെ ഇതൊരു വെറൈറ്റി കോഴി കേട്ടോ, എല്ലാ കളറുണ്ട് ഈ കോഴിയിൽ. അതാ ലവനെ കണ്ട കൂട് തുറക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണപ്പോ എന്ത് മര്യാദയ്ക്ക് മാറണം നോക്കി. കിളികളെയൊക്കെ കണ്ടുവന്നപ്പോൾ ഒരു അണ്ണാൻ കുഞ്ഞിന്റെ പോലത്തെ ഒരു 2 ജീവി കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പേര് പ്രോപ്പറായിട്ട് അറിഞ്ഞൂടോ, ഒന്നും എഴുതി വെച്ചിട്ടില്ല. പിന്നെ ആ കുഞ്ഞു മുള്ളമന്നീനെ പോലത്തെ ഒരു ജീവിനെ കണ്ട്. പിന്നെ നോക്കിയപ്പോൾ ഞാൻ പൂച്ച കിടന്നുറങ്ങണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇത് പൂച്ചയല്ല ഗൈസ്, വേറെ എന്തോ ആണ്. അങ്ങനെ പല ടൈപ്പ് കിളികളെയും കോഴികളെയൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഇതാ ഇവിടെ കുറെ പ്രാവുകളെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും പല ടൈപ്പ് ഓഫ് പ്രാവുകളാണ്, കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് പ്രാവുകളും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാവിനെയൊക്കെ കണ്ടിട്ട് വന്നപ്പോൾ ആ ഒരു പൂച്ച സാർ എണീറ്റേട്ടാ, വല്ല പണിക്കും പോടാന്നുള്ള രീതിയിലാണ് അത് നോക്കണത്. അതൊക്കെ കഴിഞ്ഞാൽ ഇപ്പുറത്ത് കുറച്ച് എലികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും വെറൈറ്റി ടൈപ്സ് ഓഫ് എലികളാണ്. അതിന് കിടക്കാനായിട്ട് മറ്റേ മരപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അക്വേറിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കാണാം. ഒന്നിന്റെ പേര് എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് ഏതൊക്കെ മീനെന്നോ ഒന്നും അറിയാൻ വയ്യ. എന്തായാലും ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല രസമുണ്ടല്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതാ ഒരു പയ്യൻ പാമ്പിനെയും വെച്ചോണ്ടിരിക്കുന്ന കേട്ടോ. നമുക്കിത് ഇവിടെ തൊട്ടു നോക്കാനൊക്കെ പറ്റും കേട്ടോ. മറ്റേ നമ്മളെ വിഷമില്ലാത്ത കടിക്കാത്ത ടൈപ്പ് പാമ്പാണ്. നമുക്കിങ്ങനെ കഴുത്തിലിട്ട് വേണമെങ്കിൽ ഫോട്ടോ വരെ എടുക്കാം. അവിടെ ഒരു പഞ്ചവർണ്ണ തത്തയെ കേട്ടോ. ഇത് ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര സംസാരം, ഹലോ ഹലോ എന്ന് മാത്രമേ പറയുള്ളൂ, പക്ഷെ നല്ല രസമുണ്ട്. ഇത് മറ്റേ ഒരുപാട് സൗണ്ട് ഉണ്ടാക്കുന്ന കോഴിയാണ് കേട്ടോ. ഈ തത്തയ്ക്ക് ഒരു മൈൻഡും ഇല്ല, തിരിഞ്ഞൊന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഇവിടെ നിന്ന് ഒരു ഓന്തിനെയും കണ്ട്, പിന്നെ വേറെ 2 എലികളെയും കണ്ട്. അപ്പോഴത്തേക്ക് ഈ പൂച്ചയുമാണെന്ന്. അങ്ങനെ പെറ്റ് ഷോ ഒക്കെ കണ്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങി നമ്മൾ കുറച്ചു നേരം നാടകമൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് ജൂനിയർ പയ്യന്മാർ വന്നു സ്കൂളിൽ പഠിച്ച. പിന്നെ അവരെ കൂടെ കുറച്ചു നേരമൊക്കെ അവിടെയൊക്കെ ചില്ല് ചെയ്ത് നടന്നുകൊണ്ടിരുന്നു. എന്നിട്ട് വീണ്ടും കുറച്ചു നേരം അവിടെ നിന്ന് നാടകമൊക്കെ കണ്ട് അവിടെ പിന്നെ ചുറ്റിയൊക്കെ ഇറങ്ങി കുറച്ചു നേരം നടന്നു. അങ്ങനെ നമ്മൾ പുസ്തകമേളയിൽ നിന്ന് ഇറങ്ങി. വെളിയിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. ചെറിയൊരു കനവക്കുന്ന് വൈബൊക്കെ ഉണ്ട് കേട്ടോ വെളിയിൽ നിന്ന് കാണുമ്പോൾ, നല്ല രസമുണ്ട് കാണാനായിട്ട്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. DK സൈനിങ് ഔട്ട്. ഓക്കെ, ബൈ.